ഹായ് ഹലോ, ഞാൻ ആംബ്രോ. ദിസ് ഇസ് മിസ്റ്റർ ഡിക്കാപ്രിയോ. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് ബിസിനസ് മൈൻഡ്. അതെ, ബിസിനസ് മൈൻഡ് എന്ന് പറയുന്നിടത്ത് ഞങ്ങൾ ചെയ്യാത്ത പണിയില്ല. ഡെലിവറി, കളക്ഷൻ, മൈക്കാർഡ്, പെയിൻറ്റിങ്, വെൽഡിങ്, പമ്പിങ്, പിന്നെ എന്തൊക്കെ പൊട്ടിക്കാൻ പോയിട്ടുണ്ട് കൂട്ടാൻ്റെ വീട്ടിൽ. ഊഴിയെടുക്ക്, മറ്റത് മറിച്ചത്, അവസാനം ഒരു കമ്പനി വരെ പോയി. ഈ ഒരു പ്രായത്തിലുള്ള ചെയ്യാൻ പറ്റുന്ന എല്ലാവിധ പണിയും ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാലും കൂലിപ്പണിക്കാർക്ക് പട്ടിയുടെ വില. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് അതിന് കൂലിപ്പണിക്ക് പോകുന്നതെന്ന് അറിയാമോ? അവൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സാഹചര്യം അവന് മനസ്സിലാവുന്നതുകൊണ്ടാണ്. അവരെ ഊമ്പിച്ച് ജീവിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. അതായത് അവൻ്റെ അച്ഛനും ഒരു അമ്മയും ആയിരിക്കും ഒരു കുടുംബം നോക്കുന്നത്. നമുക്കൊരു പ്രായമാകുന്നവരാണ്. അന്നേരത്തേനും അവരെ കൊണ്ട് ഒറ്റയ്ക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നുള്ള ഈ നമുക്കൊരു ബോധം വരുമല്ലോ. അതുകൊണ്ടാണ്. അല്ലാതെ നിങ്ങൾ ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനും ഗൾഫാരും മാത്രമൊന്നും അല്ല ജീവിക്കുന്നത്. കൂലിപ്പണി എടുക്കുന്നതും ജീവിക്കും. അവൻ അന്തസ്സായിട്ട് കുടുംബം നോക്കും. അത് വിട്, പോട്ടെ. പറഞ്ഞു പറഞ്ഞാൽ ഇമോഷണൽ. അപ്പോൾ ഞങ്ങളുടെ ബിസിനസ് ആയിട്ടുള്ള ഈ പൊട്ടന് ചട്ടയും മണ്ടയും എന്ന് പറയുന്നില്ല. എനിക്ക് കിട്ടി 2 ചേട്ടന്മാർ. ബിസിനസ് ഐഡിയ എന്ന് പറഞ്ഞാൽ വട്ടം കൂടി പകലില്ലാതെ എല്ലാവരും കൂടെ പണിയും കഴിഞ്ഞ് വന്നിട്ട് അപ്പം ആദ്യം വന്നിട്ട് നമുക്ക് മീൻകുളം, അത് ശരിയാകത്തില്ല. അച്ചാർ കമ്പനി സെറ്റാകത്തില്ല. പിന്നെ ചകിരി കമ്പനി, തടുക്ക് കമ്പനി, ഇതൊന്നും സെറ്റാകത്തില്ല. എന്ത് ചെയ്യും? ഏറ്റവും അവസാനം ശിവകാശിയിൽ നിന്ന് പടക്കം ഇറക്കി ഇവിടെ കൊണ്ടൊന്ന് മറച്ചു വയ്ക്കുക. ഒന്നും സെറ്റാകുന്നില്ല. ലാസ്റ്റ് ഇതെൻ്റെ മണ്ടയിൽ ഒതിച്ചാണ്. ഒരു ഡോഗിനെ എടുക്കുന്നു, ബ്രീഡ് ചെയ്യിപ്പിക്കുന്നു, കൊച്ചുങ്ങളെ ഉണ്ടാക്കുന്നു, വിൽക്കുന്നു. അതായത് കൂട്ടിക്കൊടുക്കുന്നു, പൈസ ഉണ്ടാക്കും. അതായിരുന്നു ഞങ്ങളുടെ എയിം. അപ്പം പറഞ്ഞു പോകത്തിൽ ലെങ്ത് വരും. ഇനി അതിപ്പം പണി കഴിഞ്ഞ് വന്നിരിക്കുന്നത് എൻ്റെ കോലം കണ്ടായി. അപ്പം ഈ എപ്പിസോഡ് മുടക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ എടുത്താണ്. അപ്പം ബാക്കി നാളെ പറയാം. ഓക്കെ, ബൈ ഗൈസ്. ബൈ ഫ്രം ഡിക്കാപ്രിയോ.